മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിശ്വമിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 15. ഈശോയോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മറിയത്തോടുള്ള ഒരു ചോദ്യമാണ്. തന്നെ വേർപിരിഞ്ഞു പോയ ആ ഈശോയെ അന്വേഷിച്ചുള്ള യാത്രയെക്കുറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവണം, 2005 മെക്സിക്കോയിൽ സാൻ ബ്ലാസ് എന്ന കടൽ തീരത്തുനിന്ന് മീൻ പിടിക്കുവാൻ യാത്ര പുറപ്പെട്ട 3 ചെറുപ്പക്കാരുടെ കഥ. അവര് കാറ്റടിച്ച് അവരുടെ കൺട്രോള് വിട്ടുപോയി. എന്നാൽ അവരുടെ ബോട്ട് ദിശയില്ലാതെ ഒഴുകുകയാണ്. ഈ അവസരത്തിൽ അവര് 3 പേരും തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയില് വചന ചിന്തകളിലൊക്കെ മുഴുകി അങ്ങനെ ദിവസങ്ങൾ കടൽ തന്നെ കഴിഞ്ഞു കൂട്ടുകയാണ്. അവർ നിരാശപ്പെടുകയല്ല, ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ പരീക്ഷിക്കുന്ന നല്ല ദൈവം കടന്നു വരും, അതിനായിട്ട് അവര് പ്രതീക്ഷയോടെ കാത്തിരുന്നു. നമുക്കറിയാമോ, നിസ്സാരപ്പെട്ട ഒരു കാത്തിരിപ്പായിരുന്നില്ല. ഏകദേശം 1 വർഷത്തോളം. 2006 ഒരു കപ്പല് അപ്രതീക്ഷിതമായി കടന്നു വരികയും അവരെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. അവര് 3 ഇത്രയും നാളും പ്രതീക്ഷയോടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അത്ഭുതമാണ്. ഇത് നമുക്ക് നിലനിൽപ്പിന്റെ വരം ലഭിക്കണം. പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പരിഹാരത്തിനായി പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ പ്രതീക്ഷയൊക്കെ കൈവിട്ട് ഇനി എല്ലാം പോക്കായി, ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന മട്ടിൽ നിരാശപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. അല്ല, കർത്താവിന്റെ വഴി കടന്നു വരുമെന്ന ബോധ്യത്തോടെ ഉറച്ചു നിന്ന ആ 3 പോലെ, ആ ചെറുപ്പക്കാരെ പോലെ വിശ്വാസത്തിൽ ദാർഢ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏത് പ്രതിസന്ധിയിലും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.